ഈ ദുഃഖ വെള്ളിയാഴ്ചയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ ദുഃഖ വെള്ളിയാഴ്ച 2026 ഏപ്രിൽ 3-ാം തീയതിയാണ് ഈ ദുഃഖ വെള്ളിയാഴ്ച. ഗവേഷകര് പറയുന്നത് AD 33 അന്ന് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഏപ്രിൽ 3-ാം തീയതിയാണ് നമ്മുടെ കർത്താവ് കുരിശിൽ തറയ്ക്കപ്പെട്ടതെന്ന്. കർത്താവ് കുരിശിൽ തറയ്ക്കപ്പെട്ടുവെന്ന് ഭൗമ ഗവേഷകർ കണ്ടെത്തിയത് AD 33 ഏപ്രിൽ 3-ാം തീയതിയാണ്. സൂര്യനെ പരിപൂർണമായി മറച്ചുകൊണ്ട് ഒരു ചന്ദ്രഗ്രഹണം ഈ ഭൂമിയിൽ നടന്നത്. ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വലിയ സംഭവം, പ്രപഞ്ചം മുഴുവൻ ഇരുട്ട് ബാധിച്ച ദിനം, അത് ഇന്നാണ്. അതിന്റെ അനുസ്മരണത്തിൽ നാം ഒരുമിച്ച് കൂടിയിരിക്കുക. ഇന്ന് ദുഃഖവെള്ളിയാണ്. ഇംഗ്ലീഷിൽ ഗുഡ് ഫ്രൈഡേ, നല്ല വെള്ളി. ഇന്ന് ദുഃഖവെള്ളിയാണ്. കാരണം ഈ ലോകത്തെ അഗാധമായി സ്നേഹിച്ച ദൈവം തന്റെ ദൈവ സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ നമ്മിലൊരുവനായി നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മെ രക്ഷിക്കാൻ വന്ന ആ രക്ഷകനെ, തിരഞ്ഞെടുക്കപ്പെട്ട അവന്റെ സ്വന്തം ജനം കയ്യോടെ പിടിച്ച് കരണത്തിനടിച്ച് ചവിട്ടി മുഖത്ത് തുപ്പി ചാട്ടവാറിനടിച്ച് അവന്റെ വിധവയായ അമ്മയുടെ മുമ്പിലിട്ട് അതിനിഷ്ഠൂരമായി കൊല ചെയ്തതിന്റെ സ്മരണ. പരിശുദ്ധരിൽ പരിശുദ്ധൻ, നീതിമാന്മാരിൽ നീതിമാൻ അതിക്രൂരമായി വധിക്കപ്പെട്ടതിന്റെ ഓർമ്മ ഒരു ഉൾക്കിടിലത്തോടെ, വേദനയോടെ ഈ ലോകം അയവിറക്കുന്ന ദിനമാണ് ഇന്ന്. സൂര്യൻ സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം ആദ്യമായി അതിന്റെ മുഖം മറച്ചു കളഞ്ഞു എന്ന് പറഞ്ഞ് ഈ പ്രപഞ്ചം റിയാക്ട് ചെയ്ത ഒരു ദിനമാണ് ഇന്ന്. ഭൂമി പിളർന്നു, പാറ പിളർന്നു, പാറകൾക്ക് പോലും സഹിക്കാൻ പറ്റിയില്ല എന്ന് ചരിത്രം പറയുന്ന ദിനം. പാറ പിളർന്നു പോയി, മനുഷ്യന്റെ ഹൃദയം പിളർന്നില്ല. പക്ഷെ ഇവിടുത്തെ കരിമ്പാറകൾ പിളർന്നു, പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു, ആകാശം ഇരുണ്ട് മൂടി, ദേവാലയത്തിലെ തിരശീല കീറിപ്പോയി. ചതിച്ച തള്ളിപ്പറഞ്ഞ പത്രോസിനെ നോക്കി കൂവാനായിട്ട് അവിടെ നല്ല ആമ്പിള്ളേരില്ലാതിരുന്നുകൊണ്ട് കോഴി നിന്ന് കൂവി എന്ന് പറയുന്ന ദിനമാണ് ഇന്ന്. ചരിത്രത്തിലെ ഇരുണ്ട വെള്ളിയാഴ്ച. എന്നാൽ ഇന്ന് ഗുഡ് ഫ്രൈഡേ ആണ്, നല്ല വെള്ളി. കാരണം തന്നെ ഒറ്റിക്കൊടുത്ത യൂദാസിനെയും തന്നെ വിധിച്ച പീലാത്തോസിനെയും തള്ളിപ്പറഞ്ഞ പത്രോസിനെയും അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ഓടിപ്പോയ സകല സ്ലീഹന്മാരെയും അവരുടെ പിൻഗാമികളെയും തന്റെ ഇരുകരങ്ങളിലും എടുത്തിട്ട്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയാത്തത് കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് നമ്മെ മുഴുവൻ രക്ഷിച്ച, മനുഷ്യകുലത്തിന് രക്ഷ സാധ്യമാക്കിയ സ്വർഗത്തിന്റെ വാതിൽ നമുക്ക് വേണ്ടി തുറന്ന് നമ്മുടെ രക്ഷയുടെ ദിനമാണ് ഇന്ന്. അതുകൊണ്ട് ഇന്ന് നല്ല വെള്ളിയാണ്, ഗുഡ് ഫ്രൈഡേ. ദുഃഖവെള്ളിയും നല്ല വെള്ളിയുമാണ്. സ്നേഹമുള്ളവർ, എന്തിന് നമ്മുടെ കർത്താവ് ഇങ്ങനെ ഒരു മരണം സംഭവിക്കണം? കർത്താവിന് ഇങ്ങനെ ഒരു കുരിശ് മരണത്തിൽ ആവശ്യം എന്താ? അവന് വിധിച്ച പീലാത്തോസ് പറഞ്ഞു, ഈ നീതിമാന് ഞാൻ ഒരു തെറ്റും കാണുന്നില്ല. അത്രയും കാലം ഇന്നും നമ്മുടെ കോടതികൾ പറയുന്നത് എന്താണെന്നോ? ഇവൻ തെറ്റുകാരനാണ്, അതുകൊണ്ട് ഇവനെ ശിക്ഷിക്കുക. ഇവൻ കുറ്റം ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഇവനെ കൊല്ലുക. ഇതാണ് കോടതി പറയുന്നത്. കോടതി സൃഷ്ടിക്കപ്പെട്ട കാലം മുതൽ, രൂപപ്പെട്ട കാലം മുതൽ അങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു കോടതി. പക്ഷെ ചരിത്രത്തിൽ ആദ്യമായ ഒരു കോടതി പറയുകയാണ്, ഇവൻ നീതിമാനാണ്, എങ്കിലും നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കൊണ്ടുപോയി ക്രൂശിച്ചു കൊള്ളുക. ഒരു കോടതി പറയുക, ഇവന് ഞാനൊരു തെറ്റും കാണുന്നില്ല, നിങ്ങൾ കൊണ്ടുപോയി ക്രൂശിച്ചു കൊള്ളുക. ചരിത്രത്തിൽ ആദ്യത്തെ വിധിയാണ്. അവനെ ഒറ്റിക്കൊടുത്ത യൂദാസ് പറഞ്ഞു, നിഷ്കളങ്ക രക്തത്തെ ഞാൻ ഒറ്റി.
അവനെ കൊല്ലാനായിട്ട് കൂട്ടുനിന്ന ശതാധിപൻ, ആ ശതാധിപൻ പറയുകയാണ്, ഇവൻ സത്യമായും ദൈവപുത്രനായിരുന്നു. വിധിക്കാൻ നിന്ന പ്രത്തോറിയത്തിലിരുന്ന പീലാത്തോസിന്റെ ഭാര്യ പറഞ്ഞു, ആ നീതിമാനെ നിങ്ങൾ ഒന്നും ചെയ്യരുത്. അയാളെ പറ്റി ഞാൻ സ്വപ്നത്തിൽ വളരെ ദുഃഖിച്ചു. എല്ലാവരും പറഞ്ഞു അവൻ നീതിമാനാണ്, അവൻ നീതിമാനാണ്. പക്ഷെ ജനം പറഞ്ഞു അവനെ കൊല്ലണം, ക്രൂശിൽ തറയ്ക്കണം. അങ്ങനെ ആരുടെയോ പാപങ്ങൾക്ക് വേണ്ടി, നമുക്കെല്ലാവർക്കും അറിയാം, നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് അവൻ വലിയാളായിട്ട് അങ്ങ് മാറി. അതാണ് ഈ ദുഃഖവെള്ളി. നാം ഇന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ വായിച്ചു കേട്ടു. രക്ഷാകര ചരിത്രത്തിന് ആരംഭം കുറിക്കുന്ന മനോഹരമായ രംഗാണത്. അതിരാവിലെ അബ്രാഹാം എണീറ്റ് കഴുതയ്ക്ക് ചീനിയിട്ട് ഇസഹാക്കിനെ കുളിപ്പിച്ച് റെഡിയാക്കുകയാണ്. ഏക മകനാണ്. അവനെ മോറിയ മലയിൽ കൊണ്ടുപോയി അവന്റെ കഴുത്ത് വെട്ടണം. ദൈവത്തിന്റെ കൽപ്പനയാണ്. ബലിയർപ്പിക്കണം, പാപത്തിന് പരിഹാരം ചെയ്യണം. അതിനുവേണ്ടി മകനെ കുളിപ്പിച്ച് കഴുതയുടെ പുറത്തു വരുത്തി ഈ മനുഷ്യൻ മോറിയ മലയുടെ മുകളിലേക്ക് പോവുകയാണ്. ഇടയ്ക്ക് വെച്ച് ആ പാവം കൊച്ച്, നിഷ്കളങ്കതയുള്ള കൊച്ച് തിരിഞ്ഞു നിന്നിട്ട് അബ്രാഹത്തോട് പറയാണ്, ചങ്ക് പിടയ്ക്കാണ് അബ്രാഹത്തിന് പറയാണ്, പിതാവേ, ബലിയർപ്പിക്കാനുള്ള കത്തിയും തീയും വിറകും നമ്മുടെ കയ്യിലുണ്ട്, എന്നാൽ ബലിയർപ്പിക്കാനുള്ള കുഞ്ഞാട് എവിടെയാണ്? എവിടെ കുഞ്ഞാട്? ആരും നമ്മൾ കൊല്ലുക? ഉടനെ അബ്രാഹാം മറുപടി പറഞ്ഞു, മോനെ, അത് ദൈവം നമുക്ക് തരും, ദൈവം തരും. ആ ദൈവം മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്ന കുഞ്ഞാടിനെ നൽകുന്നതും നോക്കി ലോകം കാത്തിരുന്നു വർഷങ്ങളോളം. സമയത്തിന്റെ തികവിൽ യോർദാന്റെ മറുകരയിൽ നിൽക്കുന്ന യേശുവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് യോഹന്നാൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. മനുഷ്യന്റെ പാപങ്ങൾക്ക് മൃഗത്തിന്റെ രക്തത്തിന് കഴുകിക്കളയാൻ മൃഗരക്തത്തിന് കഴിയില്ല. ചെളി വെള്ളം കൊണ്ട് ചെളി കഴുകിക്കളയാൻ പറ്റില്ല. അതിന് ഏറ്റവും വിശുദ്ധ രക്തം വേണം. ആ രക്തം ചിന്തിയ ദിനമാണ് ഇന്ന്. നമ്മുടെ പാപങ്ങൾക്ക് ദൈവം പരിഹാരം ചെയ്ത് നമ്മെ മുഴുവനായി സ്വർഗത്തിന്റെ അവകാശികളാക്കി മാറ്റിയ ദിനമാണ് ഇന്ന്. അതുകൊണ്ടാണ് ക്രൂശിതന്റെ ചുറ്റും നാം ഒരുമിച്ച് കൂടി നിൽക്കുന്നത്. എല്ലാ ദിവസവും ആ കുരിശ് മരണം നാം അനുസ്മരിക്കുന്നത്. ഒരിക്കൽ ഒരു പെൺകൊച്ച്, ആ കൊച്ചിന് അവളുടെ അമ്മയെ ഇഷ്ടമല്ലേ, പാരന്റ്സ് മീറ്റിങ്ങിന് അമ്മേനെ വിളിച്ചു കൊണ്ടുപോയില്ല. കാരണം അമ്മയുടെ മുഖം വികൃതമാണ്. തീ പിടിച്ച് അമ്മയുടെ കൈയൊക്കെ ചുക്കിച്ചുളിഞ്ഞ് മുഖത്തൊക്കെ ഒത്തിരി പാട് വന്നിരിക്കുന്നു. കാരണം അമ്മയ്ക്ക് പൊള്ളലേച്ചിരിക്കുന്നു. ആ അമ്മയുടെ വികൃത മുഖം കണ്ടിട്ട് ഈ കൊച്ചിന് തന്റെ അമ്മയാണെന്ന് പറയാൻ മടിയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ പെൺകൊച്ച എന്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ, എന്റെ കൂട്ടുകാരികൾക്കെല്ലാം നല്ല സൗന്ദര്യമുള്ള അമ്മമാരുണ്ടല്ലോ, എന്റെ അമ്മ മാത്രം എന്തെങ്ങനെ ഇരിക്കണത് വികൃതമായിട്ട്? അപ്പോൾ ആ അമ്മ കൊച്ചിനോട് പറഞ്ഞു, ഞാൻ വികൃതമായിട്ട് ഒരു കാര്യമുണ്ട് മോളെ. നിനക്ക് 2 വയസ്സുള്ളപ്പോൾ നിന്നെ തൊട്ടിലിൽ ആട്ടി ഉറക്കിയിട്ട് ഞാൻ വസ്ത്രം കഴുകാൻ തൊട്ടടുത്തുള്ള പറമ്പിലെ കുളത്തിലേക്ക് പോയി. വസ്ത്രം കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ ഓടി വന്ന് പറഞ്ഞു, വീടിന് തീ പിടിച്ചിരിക്കുന്നു. ഉടനെ ഞാൻ എല്ലാവരും ഉപേക്ഷിച്ചിട്ട് വീട് ലക്ഷ്യമാക്കി ഓടി. വീട് തീ കൊണ്ട് മൂടിയിരിക്കുകയാണ്. പുക ഉയരുന്ന വീട്ടിൽ നിന്ന്. ഒരു നിമിഷം പോലും എനിക്ക് ചിന്തിച്ചു നിൽക്കാൻ പറ്റിയില്ല. നീ തൊട്ടിലിൽ കിടക്കുന്ന എനിക്കറിയാമായിരുന്നു. ഞാൻ ആ തീയുടെ ഇടയിലൂടെ ഓടി തൊട്ടിൽ കിടന്ന് നിന്നെ കോരി എടുത്തിട്ട് വാരി എടുത്തിട്ട് വീടിന് പുറത്തേക്ക് ഓടി. എന്റെ ശരീരം മുഴുവൻ തീയായി. എന്റെ സാരിക്ക് തീ പിടിച്ചു. എന്റെ മുഖം കത്തി. എന്റെ ശരീരം മുഴുവൻ നിന്ന് കത്തി. ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ആളുകൾ എന്നെ രക്ഷിച്ചത്. അന്ന് വന്ന പാടാണത്. അതാണ് ഇന്ന് ക്രൂശിതനെ നോക്കിയിട്ട് നാം കാണുന്നത്. നമുക്ക് വേണ്ടി മുറിവേറ്റ തകർക്കപ്പെട്ട മുഖത്തെ നാം കാണുന്നു. അവനെ നോക്കിയവരെല്ലാം പരന്നു. അവരെല്ലാം മുഖം തിരിച്ചു. വികൃതമായ രൂപം യേശയ്യാ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു.
പാഷൻ ഓഫ് ക്രൈസ്റ്റ് കാണിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങളിൽ പലരും മുഖം ഉയർത്തിയില്ല. എല്ലാവരും കണ്ണു താത്തി കണ്ണടച്ചുകൊണ്ടിരുന്നു. നമ്മുടെ പാപങ്ങളുടെ ക്രൂരത കാണാൻ നമുക്ക് പോലും ശക്തിയില്ല. നമ്മുടെ പാപത്തിന്റെ ആഴം കാണാൻ നമുക്ക് ധൈര്യമില്ല. അതിനുവേണ്ടി ദൈവം സഹിച്ച ബലിയാണത്, ആ മുറിവിന്റെ വിലയാണത്. അതുകൊണ്ടാണ് സ്നേഹമുള്ളവരെ, ദൈവത്തിന് മാത്രമേ ഇത്രയും സഹിക്കാൻ പറ്റുകയുള്ളൂ. ഞാൻ മാസങ്ങൾക്ക് മുമ്പ് ഈ പള്ളിയിൽ പറഞ്ഞൊരു കാര്യം നിങ്ങളെ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. പലർക്കും ക്രൂശിത രൂപത്തെ അൾത്താരയെന്ന് മാറ്റണം, ഉദ്ധിതന്റെ രൂപം വെക്കണം. ചിലർക്ക് നിർബന്ധമാണ്. നിങ്ങൾ ഓർത്തിരുന്നു കൊള്ളണം, ക്രൂശിത രൂപം ദൈവത്തിന്റെ ശക്തിയാണ്. ഉദ്ധിതനായ രൂപം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രകൃതിയാണത്. കർത്താവ് ഉയർത്തുക, മരിച്ചവരിൽ ഉയർത്തു വരിക, മൂന്നാം ദിവസം ഉയർത്തുക, സ്വർഗത്തിലേക്ക് പോവുക, അതൊക്കെ ദൈവത്തിന് പറ്റും. അത് ദൈവത്തിന്റെ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നതാണ്. അത് ദൈവത്തിന്റെ നേച്ചറിന്റെ ഭാഗമാണ്. എന്നാൽ ജീവൻ തന്നെയായ, ജീവൻ കൊടുക്കുന്ന ദൈവം മരിക്കണമെങ്കിൽ അസാധാരണ ശക്തി വേണം. ദൈവം ഭൂമിയിൽ ചെയ്ത ഏറ്റവും വലിയ ശക്തി പ്രകടനം, ഏറ്റവും വലിയ അത്ഭുതം ക്രൂശിത രൂപമാണ്. ആ രൂപത്തെ നോക്കിക്കൊണ്ട് ദൈവത്തിന് നമ്മോട് എന്തോരം സ്നേഹമുണ്ട് എന്ന് നാം അറിയുന്നു. ദൈവം മനുഷ്യനെ എന്തുമാത്രം സ്നേഹിച്ചു എന്ന് നാം അറിയുന്നു. അതോടൊപ്പം തന്നെ എന്റെയും നിങ്ങളുടെയും ആത്മാവിന് എന്ത് വിലയുണ്ട് എന്ന് ക്രൂശിത രൂപം നമ്മെ പഠിപ്പിക്കുന്നു. അവൻ ഏറ്റ മുറിവ് കണ്ടിട്ട് വേണം ഞാൻ അവൻ എത്രയോ പ്രിയപ്പെട്ടവനാണ് എന്ന് സ്വയം മനസ്സിലാക്കാൻ. എന്റെ വിലയാണ് ആ തൂങ്ങിക്കിടക്കുന്നത് എന്ന് നാം ചിന്തിക്കണം. എന്റെ ആത്മാവിനോട് ദൈവം കാണിച്ച പരിഗണനയാണ് ആ കിടക്കുന്നത്. അതുകൊണ്ട് ക്രൂശിത രൂപം നമ്മുടെ പള്ളിയുടെ മധ്യഭാഗത്ത് നിൽക്കും. അത് ദൈവത്തിന്റെ ശക്തിയാണ്. ഞങ്ങൾ പ്രസംഗിക്കുന്നെങ്കിൽ ക്രൂശിതനായ മിശിഹായെ മാത്രമേ പ്രസംഗിക്കൂ. വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞു, അത് യഹൂദർക്ക് ഭോഷത്വമാണ്, വിജാതിയർക്ക് അവരുടെ ബലഹീനതയാണ്. പക്ഷെ ക്രൂശിതനായ മിശിഹായെ ഞങ്ങൾ പ്രസംഗിക്കുന്നു, അത് ഞങ്ങൾക്ക് ദൈവത്തിന്റെ ശക്തിയാണ്. പൗലോസ്ലീഹ പറഞ്ഞ വാക്കാണ്. അത് ഞങ്ങൾക്ക് വലിയ ശക്തിയാണ്. അതുകൊണ്ടാണ് ഉയർപ്പിക്കപ്പെട്ട് 8-ാം ദിവസം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തോമാസ്ലീഹ നിർബന്ധിച്ചു, എനിക്കും യേശുവിനെ കാണണം. അവൻ പറഞ്ഞു, തോമാസ്ലീഹ പറഞ്ഞതെന്നോ, ഉയർന്നു വന്ന കർത്താവിനെ പ്രതാപത്തോടെ എനിക്ക് കാണണമെന്നല്ല, താബോർ മലയിൽ വിളങ്ങി നിന്ന ആ രൂപം എനിക്ക് കാണണമെന്നല്ല തോമാസ്ലീഹ പറഞ്ഞത്. എനിക്ക് വേണ്ടി മുറിവേറ്റ അവന്റെ കൈകൾ എനിക്ക് കാണണം, ആ മുറിവിൽ എന്റെ വിരലുകളും. എനിക്ക് വേണ്ടി അവൻ പാർശ്വത്തിലേറ്റ മുറിവ് എനിക്ക് കാണണം, അവിടെ എന്റെ കൈ വെക്കണം, അല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. ഉയർത്ത കർത്താവിനെയല്ല എനിക്ക് കാണുന്നത്, അവൻ എനിക്ക് വേണ്ടി സഹിച്ച വേദന, ആ ദുഃഖം, അവന്റെ കഷ്ടപ്പാട് എനിക്ക് തൊട്ടു നോക്കണം. ഇതാ തോമാസ്ലീഹ. അത് കണ്ട് ഞാൻ വിശ്വസിച്ചോളാം. എന്റെ കർത്താവിന്റെ മുറിവ് എനിക്ക് കാണണം, അവൻ എന്നെ എത്ര സ്നേഹിച്ചു എന്ന് എനിക്ക് അറിയണം. ഇതാണ് തോമാസ്ലീഹയുടെ ആവശ്യം. നമ്മള് ഈ ദിവസങ്ങളിലെല്ലാം യൂദാസിനെ പറ്റി തെറ്റ് പറയും, വളരെ ഭംഗിയായിട്ട് പറയുന്ന ഒരു സ്ലീഹയാണ് യോഹന്നാൻ, സ്നേഹത്തിന്റെ ശിഷ്യൻ. ദൈവം സ്നേഹമാണെന്ന് പറഞ്ഞാണ് അവൻ സ്നേഹിച്ച എല്ലാവരെയൊക്കെ സ്നേഹിച്ചതിന് ശേഷം നല്ല പേരാണ് നമ്മൾ യോഹന്നാൻ കൊടുക്കുന്നത്. പക്ഷെ ബൈബിൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ ഒരു കാര്യം നമുക്കറിയാൻ പറ്റും. ഈ യോഹന്നാൻ അധികാരമോഹിയും ക്ഷിപ്രകോപിയും ഒരു അല്പനുമായി. അധികാരമോഹിയായ യോഹന്നാൻ കർത്താവിന്റെ ഇടത്തും വലത്തും ഇരിക്കാനുള്ള അധികാരം കിട്ടാൻ അമ്മേനെ പറഞ്ഞു വിട്ട ഭീരുവായിരുന്നു ഈ യോഹന്നാൻ. കർത്താവെ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി ഇവരെ നശിപ്പിക്കാൻ ഞങ്ങൾ പറയട്ടെ എന്ന് പറഞ്ഞ ക്ഷിപ്രകോപിയായിരുന്നു യോഹന്നാൻ. പിന്നെ എപ്പോഴായി യോഹന്നാൻ സ്നേഹത്തിന്റെ ശിഷ്യനായിട്ട് മാറിയത്? അന്ത്യത്താഴ സമയത്ത് കർത്താവിന്റെ മാറിൽ ചാരി കിടന്നുകൊണ്ട് ആ സ്നേഹത്തിന്റെ സ്പന്ദനം അറിഞ്ഞ യോഹന്നാൻ കാൽവരി മലയിൽ വെച്ച് ആ ഹൃദയം കുത്തി കീറുന്ന സമയത്ത് ദൈവത്തിന്റെ സ്നേഹത്തിന് എന്തുമാത്രം ആഴമുണ്ട് എന്ന് കാണാൻ കാൽവരി മലയുടെ താഴെ നിന്നു. ആ കാഴ്ച യോഹന്നാനെ പുതിയ മനുഷ്യനാക്കി.
അവൻ എഴുതി, ദൈവം സ്നേഹമാണ്, ദൈവം സ്നേഹം തന്നെയാണ്, ദൈവത്തെ നിർവചിക്കാൻ ഒരു വാക്കേ ഉള്ളൂ, അത് സ്നേഹമാണ് എന്ന് യോഹന്നാൻ മനസ്സിലാക്കി. യോഹന്നാൻ ദൈവത്തിന്റെ സ്നേഹം ക്രൂശിത രൂപത്തിൽ അനുഭവിച്ചത്. ഒരാഴ്ചയോടെ പങ്കുവെച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ദുഃഖവെള്ളിയുടെ പ്രസംഗം. അതെന്താണെന്ന്, പല പ്രാവശ്യം ഈ കുർബാന ചെല്ലുന്ന സമയത്ത്, മറ്റുള്ളവരെ കാറോസൂസയുടെ സമയത്ത്, വൈദികൻ ഞാൻ തന്നെ കുർബാനയുടെ ഇടയ്ക്ക് വീഞ്ഞ് കാസയിലേക്ക് ഒഴിക്കും. ഒരു ചെറിയ തവി കൊണ്ട് കുറച്ച് വെള്ളം ആ വീഞ്ഞിന്റെ കൂടെ മിക്സ് ചെയ്യും. അങ്ങനെ ഒഴിക്കുമ്പോൾ അധികം ആരും കേൾക്കാതെ അച്ഛൻ ചെല്ലുന്ന പ്രാർത്ഥനയുണ്ട്. പടയാളി വന്ന് നമ്മുടെ കർത്താവിന് തിരുവിരാവിൽ ബന്ധം കൊണ്ട് കുത്തി, അവിടെ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അത് കണ്ടാൽ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു, അവന്റെ സാക്ഷ്യം സത്യമാണ്, അവൻ സത്യമാണ് പറയുന്നത് അവനറിയാം. പല പ്രാവശ്യം സത്യം ചെയ്ത് യോഹന്നാൻ പറയാമോ, എനിക്ക് ആദ്യം ഇതിനെ പറ്റിയുടെ ഗൗരവം എന്താണെന്ന് അറിയിക്കേ. ചിന്ത തന്നു. എല്ലാ ദിവസവും കാസയിൽ വീഞ്ഞൊഴിച്ചിട്ട് ഒരു തവി വെള്ളം ഒഴിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യും. അതാരും കേൾക്കുകയില്ല. അച്ഛൻ പറയുന്ന വാക്കാണ് യോഹന്നാന്റെ വാക്ക്. സത്യമാണ്, സത്യമാണ്, അത് ശരിയാണ്. എന്തായി യോഹന്നാൻ പറഞ്ഞിരിക്കുന്നു? യോഹന്നാൻ ഈ അർത്ഥത്തിലാ പറയുന്നത്, അതായി സത്യം ചെയ്യുന്നത്. യോഹന്നാൻ ഒരിക്കലും വെള്ളത്തിന്റെ മീതെ നടന്നു ഞാനത് കണ്ടു സത്യമാണ് പറയുന്നില്ല. ഉയർത്തെഴുന്നേറ്റ് വന്നു ഞാനത് കണ്ടു സത്യമാണ് പറയുന്നില്ല. കുഷ്ഠരോഗി സൗഖ്യം കൊടുത്തു ഞാനത് കണ്ടു സത്യമാണ്. കാനായിൽ വെള്ളം വീഞ്ഞാക്കി ഞാൻ അവിടെ ഉണ്ടായിരുന്നത് സത്യമാണ്. ഒരു സ്ഥലത്തും യോഹന്നാൻ സത്യം ചെയ്തു പറയുന്നില്ല. ആകെ സത്യം ചെയ്യുന്ന ഏക സത്യം, പടയാളിയിൽ ഒരുവൻ നമ്മുടെ കർത്താവിന്റെ തിരുവിരാവിൽ കുന്തം കൊണ്ട് കുത്തി, അവിടെ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അത് കണ്ട ആൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. ആ സാക്ഷ്യം സത്യമാണ്, അത് കണ്ടവരാണ് എഴുതുന്നത്, അവന്റെ സാക്ഷ്യം സത്യമാണ് എന്നൊറ്റ കാര്യത്തെ പറ്റി. കാരണം എന്താണെന്നറിയാമോ? യോഹന്നാൻ നമ്മളോട് പറയുകയാണ്, സ്നേഹമുള്ളവര്, ആ മനുഷ്യൻ പറയുന്നതാണ്, മക്കളെ, നമ്മുടെ കർത്താവ് കുരിശിൽ മരിച്ച സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവന്റെ മരണം നടക്കുമ്പോൾ ഞാൻ കുരിശിന്റെ താഴെ ഉണ്ടായിരുന്നു. പടയാളികൾ ഇവനോട് വന്നു, കുന്തം കൊണ്ട് അവനെ കുത്തി, രക്തവും വെള്ളവും ഒഴുകി. അതെ, നമ്മുടെ കർത്താവ് മരിക്കുന്നതിന് മുമ്പ് അവന്റെ ചങ്ങിൽ കെട്ടിക്കിടന്ന അവസാനത്തുള്ളി രക്തവും വെള്ളവും ഈ ഭൂമിക്ക് ഒഴുകിയിട്ടാണ് നമ്മുടെ കർത്താവ് മരിച്ചത്. അത് ഞാൻ കണ്ടു, അത് ഞാൻ കണ്ടു. ഇതാ യോഹന്നാൻ എഴുതുന്നു. ചങ്ങ് വെടച്ചിട്ട് യോഹന്നാൻ എഴുതാണ്, ആ രംഗം ഞാൻ കണ്ടത്. ഇതാണ് ദുഃഖവെള്ളിയുടെ സന്ദേശം. ക്രൂശിതനെ നോക്കിയിട്ട് നമ്മുടെ ആത്മാവിന്റെ വേദന എന്തെന്ന് പറയുന്നു. ക്രൂശിതനെ നോക്കിയിട്ട് എന്റെയും നിങ്ങളുടെ പാപത്തിന്റെ ക്രൂരത എന്താണെന്ന് നാം അറിയുന്നു. ക്രൂശിതനെ നോക്കിയിട്ട് ദൈവം മനുഷ്യൻ എന്തോരം സ്നേഹിച്ചു എന്ന് നാം പറയുന്നു. ആ ക്രൂശിതന്റെയാണ് നമ്മുടെ ശക്തി, നമ്മുടെ ആശ്രയം, നമ്മുടെ വിശ്വാസം. ക്രൂശിതനായ മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.